തങ്ങളുടെ കൂടെ പഠിക്കുന്ന ഒരു സഹപാഠിയായിരുന്നിട്ട് കൂടി എന്തിനാണ് അർച്ചനയും സുഹൃത്തുക്കളും ശ്രാവണിനോട് ഇങ്ങനെ പെരുമാറുന്നത്? ഇത്രയും പേരുടെ മുമ്പിൽ വെച്ച് ശ്രാവണിനെ തള്ളിയിട്ടിട്ടും അവിടെയുള്ള മിക്കവരും അത് കണ്ടില്ല എന്ന് നടിക്കുന്നത് എന്തുകൊണ്ടാണ്? തിരുവനന്തപുരം നഗരത്തിൽ കാശുകാരുടെ മക്കൾക്ക് മാത്രം MBA പഠിക്കാനായി പണിത ഒരു കോളേജാണ് ഇത്. ഇവിടെ 2 തരത്തിലുള്ള കുട്ടികളാണുള്ളത്. ഒന്ന്, ശ്രാവണിനെ പോലെ പഠിക്കാൻ വരുന്ന കുട്ടികൾ. 2, വീട്ടിലെ കാശിന്റെ ബലത്തിൽ 2 വർഷം വെറുതെ അടിച്ചു പൊളിക്കാൻ വരുന്നവർ. രണ്ടാമത് പറഞ്ഞ തരം ആളുകളിലാണ് അർച്ചനയും രാഹുലും സുഹൃത്തുക്കളും ഒക്കെ പെടുന്നത്. അർച്ചനയെ നിങ്ങൾ ഇപ്പോൾ പരിചയപ്പെട്ടില്ലേ? അതിലും അപ്പുറമാണ് രാഹുൽ, കോടീശ്വരനായ അച്ഛന്റെ ഏക മകൻ, കോളേജിലെ ഹാർട്ട് ത്രോപ്പ്, ബോഡി ബിൽഡർ, റോക്ക് സിംഗർ, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ, പ്ലേ ബോയ്. സ്കോളർഷിപ്പ് കിട്ടി കോളേജിലേക്ക് വന്നവനാണ് ശ്രാവൺ. പക്ഷേ വന്നു കയറിയ സ്ഥലം ശ്രാവൺ പ്രതീക്ഷിച്ചതിലും അപ്പുറമായിരുന്നു. കോളേജ് ഹോസ്റ്റലിൽ പോലും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അവനൊരു റൂം കിട്ടിയത്. പഠന സമയത്തിന് ശേഷം പാർട്ട് ടൈം ജോലി ചെയ്താണ് അവൻ ജീവിക്കാനുള്ള മാർഗം കണ്ടെത്തിയിരുന്നത്. അമൃതയെയും രേഷ്മയെയും പോലെ വിരലിൽ എണ്ണാവുന്നവർ ഒഴിച്ച് ആരും അവനെ അടുപ്പിച്ചിരുന്നില്ല. ഈ ബുദ്ധിമുട്ടുകൾക്കിടയിലാണ് അവന്റെ ജീവിതത്തിലേക്ക് മേഘ കടന്നു വന്നത്. ചുറ്റുമുള്ളവരോട് സ്നേഹത്തോടെയും കരുണയോടെയും പെരുമാറുന്ന ഒരു പെൺകുട്ടിയായിരുന്നില്ല ഒരു കാലത്തും മേഘ. എന്നിട്ടും അവൾ എന്തിനാണ് ശ്രാവണിനെ തന്റെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചത്? എന്തായിരുന്നു അതിൽ അവൾക്കുള്ള ലാഭം? ശ്രാവൺ അതറിയാൻ ഒരുപാട് വൈകിപ്പോയി. എടാ, നീ എന്തിങ്ങനെ? ആരൊക്കെ എന്തൊക്കെ ചെയ്താലും ഒരു അക്ഷരം മിണ്ടാതെ അവിടെ ഇരിക്കും. നീ ഒന്നും പറയില്ല, ഞങ്ങളെ ഒന്നും പറയാൻ സമ്മതിക്കില്ല. വെറുതെ എന്തിനാണ് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നത്? ഈ കോളേജിൽ എൻ്റെ അടുത്ത് ഇപ്പോൾ ആകെ സംസാരിക്കുന്ന നിങ്ങൾ രണ്ടുപേരും മാത്രമാണ്. അതിനെല്ലാവരും നിങ്ങളെ നന്നായിട്ട് വെറുപ്പിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഒരു പ്രശ്നത്തിനും പോകണ്ട, ഞാൻ അങ്ങ് സഹിച്ചോളാം. അല്ല, ഞാൻ രാവിലെ മുതൽ ശ്രദ്ധിക്കാം. നിനക്ക് എന്താ പറ്റിയേ? നീയും മേഘയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? താൻ കാരണം മേഘയ്ക്ക് ഒന്നും സംഭവിക്കരുതെന്ന് ശ്രാവണന് നിർബന്ധമുണ്ടായിരുന്നു. എന്താണ് ശ്രാവൺ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു രഹസ്യം? ശ്രാവൺ എന്തുകൊണ്ടാണ് തന്റെ പ്രിയ സുഹൃത്തായ അമൃതയോട് പോലും അത് തുറന്നു പറയാത്തത്? വേറൊന്നുമില്ല. ശരി മേഘ, ഫോൺ വിളിച്ചാൽ എന്താ എടുക്കാത്തെ? ഒരു മിനിറ്റ്, ഒന്ന് വരുമോ? എത്ര പ്രാവശ്യം ഫോൺ വിളിച്ച് എന്തെടുക്കാത്ത? പണ്ടൊരു ഫോൺ വാങ്ങിച്ചതിന്റെ ധൈര്യത്തിലാണോ നീ ഇപ്പൊ എന്നോട് പറയുന്നേ? ഹൗ ഡെയർ യു ടോക്ക് ടു മീ ലൈക്ക് ദാറ്റ്? നീ വാങ്ങിച്ചതിന്റെ പൊട്ട ഫോൺ. എന്താ മേഘ ഇങ്ങനെ പെരുമാറുന്നേ? നീ ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ. ഞാനിപ്പോ ഇങ്ങനെയാ. എനിക്ക് വേണ്ട നിന്റെ യൂള ഫോൺ. ഒന്ന് ഓണാക്കണേ തന്നെ 10-15 പ്രാവശ്യം ടച്ച് ചെയ്യണം, എന്നാലേ ഇത് ഓണാവുള്ളൂ. ഇപ്പോൾ രാഹുലാണല്ലേ പ്രശ്നം. ഇന്നലെ രാത്രി രാഹുലുമായിട്ട് റൂം ബുക്ക് ചെയ്തിരുന്നല്ലേ? ഞാൻ പറഞ്ഞല്ലേ എന്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പോവാന്ന്. ഇനിയെങ്കിലും നിനക്കൊന്ന് പൊക്കൂടെ എന്റെ ലൈഫിൽ നിന്ന്? ഒരു മിനിറ്റ്. എന്താ? ഒറ്റ ദിവസം കൊണ്ട് ഇങ്ങനെ മാറാൻ പറ്റുമോ? ജീവിതത്തിലെ പ്രയോറിറ്റീസ് മാറുന്നതിനനുസരിച്ച് കാര്യങ്ങളും മാറും. അത് നിനക്ക് മനസ്സിലാവാത്തന്നെ ഞാനിപ്പോ എന്ത് ചെയ്യാനാ? പ്രയോറിറ്റി മാറിയാണോ നീ ഇപ്പോൾ രാഹുലിനെ സെലക്ട് ചെയ്ത? മുമ്പും പുറമാണെന്നപ്പോൾ നിനക്ക് അവനെ തീരെ മൈൻഡില്ലായിരുന്നല്ലോ. എടാ മണ്ട, നിനക്ക് ഇപ്പോഴും കാര്യം മനസ്സിലായില്ലേ? ഞാൻ അവൻ്റെ ഉള്ളിൽ ഹാർട്ട് ടു ഗെറ്റ് കളിക്കായിരുന്നു. നിന്നെ പോലെ ഒരുത്തിന്റെ പുറകെ നടക്കുമ്പോഴത്തേക്ക് അവന്റെ ഈഗോ ഹേർട്ടാവും. അതുകൊണ്ട് അവൻ എന്നെ മൈൻഡ് ചെയ്തേ. പിന്നെ അവന്റെ ലിസ്റ്റിലുള്ള പെമ്പിളാരവൻ ഈ മേഘയ്ക്ക് താല്പര്യമില്ലായിരുന്നു. ബിക്കോസ് മേഘ ഈസ് ഓൾവേസ് സ്പെഷ്യൽ. അപ്പൊ ശരി, എനിക്ക് രാഹുലിൻ്റെ ഒരു ലഞ്ച് ഡേറ്റ് ഉണ്ട്, കാണാം. ബൈ. കാരണം ഇതിങ്ങനെയൊക്കെ അവസാനിക്കുള്ളത് എനിക്ക് അറിയാമായിരുന്നു. She was using you. She's just a gold digger. നീ അത് വിട്ടേക്ക്. എനിക്ക് അവളെ അങ്ങനെ വിട്ടുകളാൻ പറ്റില്ല രേഷ്മ. അവരൊരു പാട്ട വണ്ടി ഇതാര്? കോളേജ് ഹീറോയോ? കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞു. ചെലവ് വേണം. നമ്മുടെ സ്ഥിരം ഹാങ് ഔട്ട് സ്പോട്ട്
നൈറ്റ് കാണാം. അത് പൊളിച്ചു. ഹായ് ഗൈസ് വാട്സ്ആപ്പ്. ഹേയ് ബേബ്. ഇന്നലെ കഫറ്റീരിയയുടെ മുന്നിൽ നടന്നൊക്കെ ഞങ്ങൾ കണ്ടിരുന്നു. ഇപ്പോഴാണ് ചേരേണ്ടവർ തമ്മിൽ ചേർന്നത്. ഞങ്ങൾ കരുതിയത് മേഘയുടെ ജീവിതം ആ ദരിദ്രവാസി കൊണ്ടുപോയെന്നാണ്. വാട്ട് ഗൈസ്, എനിക്കത് അത്രയ്ക്ക് ബുദ്ധിയില്ലേ? ഞാൻ അവനോട് കുറച്ച് ഫ്രണ്ട്ലി ആയിട്ട് ബിഹേവ് ചെയ്തു. അവൻ എന്തോ പ്രേമാന്നൊക്കെ വിചാരിച്ചു. അങ്ങനെയാണോ മേഘ? എന്താടാ നീ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? നിന്നോട് ഞാൻ ചോദിക്കും, അപ്പൊ നീ പറഞ്ഞാ മതി. എപ്പോഴും നിശബ്ദനായി മാത്രം നടക്കുന്ന ശ്രാവൺ ഒടുവിൽ ശബ്ദമുയർത്തിയത് അവിടെ കൂടി നിന്നവർക്ക് മുഴുവൻ അത്ഭുതമായിരുന്നു. രാഹുൽ അടക്കം എല്ലാവരും ഒരു നിമിഷം എന്ത് പറയണമെന്നറിയാതെ പകച്ചു നിന്നുപോയി. മേഘ, നിനക്ക് വേണ്ടിയല്ല ഇത്രയും കാലം ജീവിച്ച, അല്ല നിനക്ക് പറയാൻ പറ്റുമോ? എനിക്ക് വേണ്ടി ജീവിക്കാൻ ഞാൻ നിന്നോട് പറഞ്ഞോ? സ്വന്തം കാര്യം നോക്കി ജീവിക്കാതായിരുന്നെങ്കിലേ ഇങ്ങനെ ഒരു മണ്ടനെ പോലെ നിങ്ങളുടെ മുമ്പേ വന്ന് നിൽക്കണ്ടായിരുന്നു. സ്വന്തമായിട്ട് തന്നെ നീ ഇത്ര ഗതികെട്ടനാന്ന് പറയുമ്പോ ഇതിൽ കൂടെ ഞാൻ എന്ത് പറയാനാണ് ശ്രാവൺ? ഓരോ ദിവസം ഓരോ കാമാനെ കൊണ്ട് നടക്കുന്നല്ലേ. You are such a loser. മേഘ, മതി, നിർത്തിക്കോ. ആഹാ, സാർ ഇത്രക്ക് വലിയ പുരോഗമനവാദിയാണെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ. ആത്മവിശ്വാസത്തോടെയാണ് രാഹുൽ മുന്നിലേക്ക് കയറി അത് പറഞ്ഞത്. എന്നാൽ അപ്പോഴാണ് രാഹുൽ ശ്രാവണന്റെ കണ്ണുകൾ ശ്രദ്ധിക്കുന്നത്. മേഘയും അർച്ചനയും വിക്ടറും ദേവും എല്ലാം അത് ശ്രദ്ധിച്ചു. ഇതുവരെ കാണാത്ത ഒരു ഭാവം ശ്രാവണന്റെ കണ്ണുകളിൽ കണ്ട രാഹുൽ ഒന്ന് പതറി. ശ്രാവണനെ മുൻപൊന്നും ഇങ്ങനെ കണ്ടിട്ടില്ലാത്ത മേഘയ്ക്ക് അത് കാണുമ്പോൾ പേടിയാകുന്നു. മേഘയുടെ മുഖത്തെ ആത്മവിശ്വാസം പോയി. അവൾ രാഹുലിനെ പിടിച്ചു മാറ്റി. വിട്, ഇവൻ നമ്മുടെ സ്റ്റാൻഡേർഡ് നേർന്ന ആളല്ല. Let him go. Let him go. ഈ ഹൈ ക്ലാസ് മേഘ, നീ എന്നോട് ചെയ്തോർത്ത് നീ പശ്ചാത്തപിക്കും. ഇത് ശ്രാവണ പറയുന്ന, ഓർത്ത് വെച്ചോ. മതി, നീ വല്ല ഷോ ഒന്നും കാണിക്കണ്ട. എന്റെ ഈ പാട്ട് കണ്ടിട്ട് നീ തളം വിട്ടോ. അതിനെന്തിനാണ് ഈ ചിരിക്കണേ? കഴിഞ്ഞോ? അതോ എന്തെങ്കിലും ബാക്കിയുണ്ടോ? തീർന്നെങ്കിൽ ഇങ്ങ് പോവായിരുന്നേ. അവന്റെ മുഖത്ത് ആക്കല് കണ്ടില്ലേ? തീർന്നിട്ടില്ലടാ, ഇനി നിന്നെ കൂടെ തീർക്കാനുണ്ട്. അർച്ചന, ദേ നിന്റെ ഡാഡി വരുന്നു. അശോക് സാർ. അശോക്, അർച്ചനയുടെ ഡാഡി. ഈ നഗരത്തെ മുഴുവൻ വിറപ്പിക്കുന്ന ബിസിനസ് ടൈക്കോൺ, അതീവ കോടീശ്വരന്മാർക്ക് മാത്രം അക്കൗണ്ടുള്ള പ്ലാറ്റിന സിറ്റി ബാങ്കിൽ അക്കൗണ്ടുള്ള മനുഷ്യൻ. ഈ നഗരത്തിലെ രാഷ്ട്രീയക്കാരും പോലീസുകാരും അശോക് പറയുന്നതനുസരിച്ചാണ് കാര്യങ്ങൾ നടത്തുന്നത്. അശോകിന് ഒരേ ഒരു വീക്ക്നെസ് മാത്രമേ ഉള്ളൂ, അത് തന്റെ മകൾ അർച്ചനയാണ്. ഞങ്ങളെ അശോക് സാറിനടുത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? ധൃതി പിടിക്കല്ലേ, അതൊക്കെ ഞാൻ സമയമാകുമ്പോ ചെയ്തുതരാം. നീ എപ്പോഴും ഇത് തന്നെയാ പറയണേ. ബൈ. എന്നാ പിടിച്ചോ, കൊണ്ടുപോയേ പഞ്ചറൊട്ടിക്ക്. Is the man, a secret millionaire, humble disguise, the silent tycoon, a low-key lifestyle, a high-stakes game, the king of the streets. അർച്ചനയുടെ ഡാഡി ശ്രാവണിന് മുമ്പിൽ തല കുനിച്ചു നിൽക്കുന്നത് കണ്ട് ഞെട്ടിയത് അർച്ചന മാത്രമായിരുന്നില്ല, ആ കോളേജ് മുഴുവനായിരുന്നു. കാരണം അശോക് ആരുടെയും മുമ്പിൽ തല കുനിച്ചു നിൽക്കുന്നത് ഒരാളും ഇതുവരെ കണ്ടിട്ടില്ല. ശ്രാവൺ സാർ, താങ്കൾ ഈ കോളേജിലാണോ പഠിക്കുന്നത്? താങ്കൾക്ക് നേരെയാണോ അർച്ചന കാശ് വലിച്ചെറിഞ്ഞത്? ഞങ്ങളോട് ക്ഷമിക്കണം സാർ. What's happening, huh? അർച്ചന, സാറിനോട് ക്ഷമ ചോദിക്കും. ഞാൻ സോറി ചോദിക്കാനോ? ഡാഡി എന്താ ഈ പറയുന്നേ? ഡാഡി എന്തിനാ ഇവനോട് ഇങ്ങനെ നിൽക്കുന്നേ? ഇദ്ദേഹം ആരാണെന്ന് എനിക്കറിയാമോ? മിസ്റ്റർ അശോക്, അത് വിട്ടേക്ക്. അവൾ ആളറിയാതെ പറഞ്ഞല്ലേ. എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ സാർ എന്താ ഈ കോലത്തിൽ? ചില കാര്യങ്ങളെ എളുപ്പത്തിൽ മനസ്സിലാക്കാതിരിക്കുന്ന മിസ്റ്റർ അശോക് നല്ലത്. എല്ലാം വിശദമായിട്ട് പിന്നീട് ഒരിക്കൽ പറയാം. ഇപ്പൊ പോയിട്ട് എനിക്ക് കുറച്ച് അത്യാവശ്യമുണ്ട്. അർച്ചന, സാറ് കാറിൽ പോയിക്കോട്ടെ, നമുക്ക് മറ്റൊരു വണ്ടി പോവാം. സാറിന് ഈ ബൈക്ക് എവിടെ എത്തിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ എത്തിക്കാം. സാറ് ദയവേദി കാറിൽ കയറണം. ഡാഡി എന്തൊക്കെയാ ഈ പറയുന്നത്? ഫ്രണ്ട്സിന് മുന്നിൽ വെച്ച് എന്നെ അപമാനിക്കരുത് പ്ലീസ്. എന്നെക്കാൾ വലുതാണോ ഡാഡിക്ക് ഇവൻ? അർച്ചനയുടെ ഡാഡി അങ്ങനെ പറഞ്ഞതോടെ അർച്ചന മാത്രമല്ല, അവിടെ കൂടി നിന്നവരെല്ലാം നിശബ്ദരായി മാറി. ഇതിനു മാത്രം അശോക് ബഹുമാനത്തോടെ സംസാരിക്കണമെങ്കിൽ ശ്രാവൺ ചില്ലറക്കാരനല്ല എന്ന് എല്ലാവർക്കും മനസ്സിലായി.
മിസ്റ്റർ അശോക്, നിങ്ങൾ അർച്ചനയായിട്ട് കാറിപ്പോക്കോ. എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. ഇതെൻ്റെ റിക്വസ്റ്റ് അല്ല, ഓർഡറാണ്. അർച്ചനയുടെയും അവിടെ കൂടി നിന്നവരുടെയും മനസ്സിൽ കുറച്ചധികം ചോദ്യങ്ങൾ മാത്രം അവശേഷിച്ചു. ആരാണ് ശ്രാവൺ? അശോക് പറയുന്നത് പോലെ ശ്രാവൺ ഒരു മഹാസംഭവമാണെങ്കിൽ എന്തിനാണ് ശ്രാവൺ ഒരു ഭിക്ഷക്കാരനെ പോലെ കോളേജിൽ വരുന്നത്? അശോക് പോലും ഭയക്കുന്ന ഒരാളാണ് ശ്രാവണെങ്കിൽ ശ്രാവണിനെ ഇത്രയും നാൾ അപമാനിച്ചവരുടെ അവസ്ഥ ഇനി എന്താകും? തന്നെ ചതിച്ച മേഘയും രാഹുലും ശ്രാവണിന്റെ പകയിൽ വെന്തുരുകുമോ? ശ്രാവൺ ആരെന്ന രഹസ്യം കോളേജ് മുഴുവൻ തിരിച്ചറിയുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് പ്രവചനാതീതമായ കാര്യങ്ങളോ? ശ്രാവണിനെ കുറിച്ച് അവിടെ കൂടി നിന്നവരുടെ മനസ്സിൽ തോന്നിയ ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിലും തോന്നുന്നുണ്ടോ? ഈ ചോദ്യങ്ങളുടെ എല്ലാ ഉത്തരവും നിങ്ങൾക്കും അറിയണമെന്നില്ലേ? ശ്രാവണിന്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയാനായി തുടർന്നു കേൾക്കൂ. ഇൻസ്റ്റാ മില്ലിനിയർ ഓഡിയോ സീരീസ് ഓൺലി ഓൺ പോക്കറ്റ് FM. ഡൗൺലോഡ് ദ ആപ്പ് നൗ.